ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ദിവസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് സാറിന്റെ പേര്? പ്രേമരാജൻ. സാറേ, രണ്ടാം ദിവസമാണ്. പടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവമാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന. ഈ രണ്ടാം ദിവസം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പോകുന്നു. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? പടിയൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 2018 നമ്മുടെ കലോത്സവം നമ്മുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ അന്ന് പ്രളയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ചെറിയ രീതിയിലാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കലോത്സവം ആഘോഷിക്കാനുള്ള ഒരു സമയം നമുക്ക് വന്നിരിക്കുകയാണ്. ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ യാദൃശികമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയ ഒരു സംഭവമാണ്. നമ്മളല്ല ഈ ടേണിൽ നടത്തേണ്ടിയിരുന്നത്. എങ്കിലും ഈ വർഷം നമ്മുടെ അടുത്തേക്ക് കലോത്സവം എത്തി. അത് സ്കൂൾ മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, നാട്ടുകാരും പഞ്ചായത്തും ഉൾപ്പെടെ PTA ഉൾപ്പെടെ എല്ലാവരും ഇത് നെഞ്ചോട് ചേർക്കുകയും ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറ്റുകയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ കടന്നിരിക്കുകയാണ്. ആദ്യ ദിവസം ഇന്നലെ വലിയ പ്രയാസങ്ങളുമില്ലാതെ കടന്നുപോയി. രചനാ മത്സരങ്ങളാണ് ഇന്നലെ കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് കൂടുതൽ മേക്കപ്പ് വേണ്ട ഇനങ്ങളൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളും അവരെ സഹായിക്കുന്ന ആളുകളും രക്ഷിതാക്കളും ഒക്കെ ഇന്ന് വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും നല്ല രീതിയിൽ ഇത് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. സ്റ്റേജുകളിലും മറ്റു വേണ്ട അനുബന്ധ കാര്യങ്ങളിലൊക്കെ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഈ 4 ദിവസവും ഗംഭീരമാക്കി തീർക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സാറ് സുരേഷ് സാറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ രണ്ടാം ദിവസത്തെ ഉത്സവം? വളരെ നല്ല ആഘോഷത്തോടുകൂടി ജനങ്ങളും കുട്ടികളും അതുപോലെ തന്നെ PTA ഒക്കെ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 7 വർഷത്തിന് ശേഷമാണ് പടിയൂർ സ്കൂൾ വീണ്ടും ഇതിൻ്റെ സാരഥ്യം ആതിഥേയത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ വിവിധ സ്റ്റേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ ഉദ്ദേശിച്ച ടൈം പരിധിക്കുള്ളിൽ തന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്നൊന്നും ഓർക്കത്തക്കതായിട്ടുള്ള രൂപത്തിൽ നമ്മുടെ പരിപാടികൾ ഇപ്രാവശ്യം ഇവിടെ അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് സാർ? ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക്. എങ്കിൽ പോലും ആ പരിമിതികളിൽ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ രണ്ടാം ദിവസം എല്ലാ വേദികളിലും മത്സരങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളും അധ്യാപകനും ഒക്കെയാണ് നമ്മോടിപ്പം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ദിവസവും ഭംഗിയായി പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളുമായി ട്രൂ മീഡിയ നിങ്ങളോടൊപ്പം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.